Hello, once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സിലും തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോയിലേക്ക്. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടോക്കൺസ് ആൻഡ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. അപ്പോൾ എന്താണ് ടോക്കൺസ് എന്നും അതുപോലെ തന്നെ C++ലെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടൈപ്സ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഇൻ C++ വിത്ത് എക്സാമ്പിൾസ്. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് എന്തെല്ലാമാണ്, അവയുടെ എക്സാമ്പിളും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നും അവ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. കമ്പയർ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഈഫ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പം സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആയ ഈഫും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് നോക്കി വെച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദ C++ കോഡ് യൂസിങ് സ്വിച്ച് കേസ് ആൻഡ് ലൂപ്പ്. അതായത് ഒരു C++ കോഡ് തന്നിട്ട് അതിനെ റീറൈറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ സ്വിച്ച് കേസ് വെച്ച് അല്ലെങ്കിൽ ലൂപ്പ് വെച്ചൊക്കെ റീറൈറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചിരിക്കണം. 5 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ നെസ്റ്റഡ് ലൂപ്പ്. എന്താണ് നെസ്റ്റഡ് ലൂപ്പ് എന്നും പഠിച്ചു വെച്ചിരിക്കുക. സെക്കൻഡ് ചാപ്റ്റർ, അരേ. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആൻ അരേ. റൈറ്റ് ദ സിൻടാക്സ് ടു ഡിക്ലെയർ ആൻ അരേ വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് എന്താണ് അരേ എന്നും അതിന്റെ ഡെഫിനേഷൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു അരേ ഡിക്ലെയർ ചെയ്യേണ്ട സിൻടാക്സ് എങ്ങനെയാണെന്നും അവയുടെ ഉദാഹരണം സഹിതം പഠിച്ചു വെച്ചിരിക്കണം. 3 മാർക്കിലൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ അരേ ട്രവേഴ്സൽ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ എന്താണ് അരേ ട്രവേഴ്സൽ എന്നും അരേ ട്രവേഴ്സലിന്റെ എക്സാമ്പിളും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ C++ പ്രോഗ്രാം. അതായത് ഒരു C++ പ്രോഗ്രാം എഴുതാനും പഠിച്ചിരിക്കണം. 5 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗെറ്റ് ഫംഗ്ഷൻ ആൻഡ് പുട്ട് ഫംഗ്ഷൻ. എന്താണ് ഗെറ്റ് ഫംഗ്ഷൻ എന്നും അതുപോലെ തന്നെ എന്താണ് പുട്ട് ഫംഗ്ഷൻ എന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, തേർഡ് ചാപ്റ്റർ ഫംഗ്ഷൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ C++ലെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പയർ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അതായത് എന്താണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്, എന്താണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പഠിക്കണം. അവ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മോഡുലാർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ്സ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ മോഡുലാർ പ്രോഗ്രാമിങ്ങിന്റെ മെറിറ്റ്സ്, മേന്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോക്കൽ വേരിയബിൾസ് ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ്. എന്താണ് ലോക്കൽ വേരിയബിൾ, എന്താണ് ഗ്ലോബൽ വേരിയബിൾസ് എന്നും അവയുടെ വ്യത്യാസവും നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് ചാപ്റ്റർ, വെബ് ടെക്നോളജി. വെബ് ടെക്നോളജി എന്ന് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ എസെൻഷ്യൽ ടാഗ്സ് ഇൻ HTML ആൻഡ് എക്സ്പ്ലെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. അതായത് HTMLലെ എസെൻഷ്യൽ ടാഗ്സുകൾ എന്തെല്ലാമാണ്, ടാഗുകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. എസ്പെഷ്യലി ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. അതായത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. കമ്പയർ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫിഫ്ത്ത് ചാപ്റ്റർ, വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ HTML കോഡ് ടു ക്രിയേറ്റ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് വെബ് പേജ്. ഒരു ടേബിൾ അല്ലെങ്കിൽ വെബ് പേജ് തന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള HTML കോഡ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML. HTML-ലെ വിവിധ തരത്തിലുള്ള ലിസ്റ്റുകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ഫോം ടാഗ്, ഫ്രെയിം ടാഗ്, ഇൻപുട്ട് ടാഗ്, ടേബിൾ ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. എന്താണ് ഫോം ടാഗ്, അതുപോലെ എന്താണ് ഫ്രെയിം ടാഗ്, ഇൻപുട്ട് ടാഗ് എന്താണ്, ടേബിൾ ടാഗ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അവയുടെ ആട്രിബ്യൂട്ട്സും പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് സെൽ സ്പേസിംഗ് ആൻഡ് സെൽ പാഡിംഗ്. എന്താണ് സെൽ സ്പേസിംഗ് എന്നും എന്താണ് സെൽ പാഡിംഗ് എന്നും നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 6th ചാപ്റ്റർ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആൻഡ് ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്തെല്ലാമാണ്, അതുപോലെ ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ എനി 3 ways ടു ആഡ് ജാവാസ്ക്രിപ്റ്റ് വെബ് പേജ്. അതായത് ജാവാസ്ക്രിപ്റ്റ് വെബ് പേജിലേക്ക് ആഡ് ചെയ്യുന്ന ഏതെങ്കിലും 3 മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കും. 7th ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ്, വെബ് ഹോസ്റ്റിംഗിന്റെ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 3 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം വിത്ത് എക്സാമ്പിൾ. എന്താണ് CMS, അതായത് എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, അവയുടെ എക്സാമ്പിൾ നോക്കി വെച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫ്രീ ഹോസ്റ്റിംഗ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ്, ഫ്രീ ഹോസ്റ്റിംഗിന്റെ മേന്മകൾ എന്തെല്ലാമാണ്, ലിമിറ്റേഷൻസ് പോരായ്മകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ FTP ക്ലയന്റ് സോഫ്റ്റ്വെയർസ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്നും അവയുടെ എക്സാമ്പിളും നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 8th ചാപ്റ്റർ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ റിലേഷണൽ ഓൾജിബ്ര ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. എന്താണ് റിലേഷണൽ ഓൾജിബ്ര എന്നും അവയുടെ ഓപ്പറേഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കമ്പോണൻസ് മെറിറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റാബേസ് യൂസേഴ്സ്. എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അവയുടെ കമ്പോണൻസ് എന്തെല്ലാമാണ്, മെറിറ്റ്സ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഡേറ്റാബേസ് യൂസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കീ ആൻഡ് ടൈപ്സ് ഓഫ് കീസ് ഇൻ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് കീ എന്നും അതുപോലെ തന്നെ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ കീസിന്റെ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇൻ DBMS. DBMSലെ ഡേറ്റ അബ്സ്ട്രാക്ഷന്റെ ഡിഫറെന്റ് ലെവൽസ് എന്തെല്ലാമാണ് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിഫറെന്റ് ലെവൽസ്. എന്താണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്നും അവയുടെ ഡിഫറെന്റ് ലെവൽസ് എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ. 9th ചാപ്റ്റർ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ കൺസ്ട്രെയിൻസ് ഇൻ SQL കമ്പയർ കോളം കൺസ്ട്രെയിൻറ്റ് ആൻഡ് ടേബിൾ കൺസ്ട്രെയിൻസ്. അതായത് എന്താണ് SQLലെ കൺസ്ട്രെയിൻസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കോളം കൺസ്ട്രെയിൻസും ടേബിൾ കൺസ്ട്രെയിൻസും നമ്മളെ കമ്പാരിസണും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കമ്പോണൻസ് ഓഫ് SQL ആൻഡ് ഡേറ്റ ടൈപ്സ് ഓഫ് SQL. അതായത് SQLലെ കമ്പോണൻസ് എന്തെല്ലാമാണ്, അതുപോലെ SQLലെ ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദി SQL സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ ഗിവൺ. അതായത് ചൂടെ കുറച്ച് ഡേറ്റ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് SQL സ്റ്റേറ്റ്മെന്റ് എഴുതാനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കും. നെക്സ്റ്റ് 10th ചാപ്റ്റർ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ERP. എന്താണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നും അവയുടെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്, റിസ്ക് എന്തെല്ലാമാണ്, ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ERP റിലേറ്റഡ് ടെക്നോളജീസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. അപ്പം BPRന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ERPയിൽ BPRന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ SAP. അപ്പോൾ SAP എന്താണെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ് 11th ചാപ്റ്റർ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് പ്രോപ്പർട്ടി ആൻഡ് ഗവൺമെന്റ്. അപ്പോൾ എന്താണ് സൈബർ ക്രൈം എന്നും അതുപോലെ തന്നെ വ്യക്തികൾക്കെതിരായിട്ടുള്ള സൈബർ ക്രൈം എന്തെല്ലാമാണ്, അതുപോലെ പ്രോപ്പർട്ടിക്കെതിരായിട്ടുള്ള സൈബർ ക്രൈം എന്തെല്ലാമാണ്, ഗവൺമെന്റിനെതിരായിട്ടുള്ള സൈബർ ക്രൈം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഇൻഡിവിജ്വൽസിനെതിരെ, അതായത് വ്യക്തികൾക്കെതിരായിട്ടുള്ള സൈബർ ക്രൈംസ് എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും ഇത് 3 നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം.
അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റൻ ഇതൊക്കെയാണ്. വാട്ട് ഈസ് കോപ്പിറൈറ്റ്, ഹൗ ഇറ്റ് ഡിഫർ ഫ്രം പേറ്റന്റ്. അപ്പോൾ എന്താണ് കോപ്പിറൈറ്റ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് പേറ്റന്റിൽ നിന്നും എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കണം. 3 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ദ ഫോളോയിങ് ടേം, അതായത് ചൂടെ 2-3 ടേംസ് തന്നിട്ട് അതിനെ വിശദീകരിച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. എന്താണ് സൈബർ ഫോറൻസിക്, എന്താണ് ഇൻഫോമാനിയ, എന്താണ് ട്രേഡ് മാർക്ക്, എന്താണ് SMS, അതുപോലെ തന്നെ MMS എന്താണ്, GPS എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് GPS ആൻഡ് എഡ്ജ്, GPS-ഉം എഡ്ജും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂടെ ഡിസ്ക്രിപ്ഷനും അതൊക്കെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യുന്നതാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക്. ഓക്കെ, താങ്ക് യു.